യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. ഇന്ന് ഒരുപാട് പേര് അവരുടെ പ്രൈമറി ജോബായിട്ട് ഈ സോഷ്യൽ മീഡിയയെ കാണുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കൊരു വീഡിയോ ക്രിയേറ്ററായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് വീഡിയോ എഡിറ്റിംഗ് ആണ്. നിങ്ങൾക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്രിയേറ്ററായിട്ട് മാറാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു. ഏകദേശം ഒരു 10-11 മിനിറ്റോ കാണത്തുള്ളൂ ഈ വീഡിയോ. ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. അത് തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന എഡിറ്ററും കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഇതിൽ കുറെ AI ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് സബ് ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കാൻ പറ്റും. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒഫീഷ്യൽ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിപ്പോ എഡി മേക്കർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് ട്രൈറ്റ് ഫ്രീയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നിന്ന് നമുക്ക് ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡർ, സബ് ടൈറ്റിൽ മേക്കർ, വീഡിയോ ജനറേറ്റർ, അങ്ങനെ 3 ഓപ്ഷനോട് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് എഡിറ്റർ തന്നെ ഓപ്പൺ ആക്കി നോക്കാം. എഡിറ്ററിനുള്ളിൽ തന്നെ സ്ക്രീൻ റെക്കോർഡറും സബ് ടൈറ്റിൽ മേക്കറും ഉണ്ട്. അതിനോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ വീഡിയോ എഡിറ്റർ ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു ഫയൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇമ്പോർട്ട് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഫയലുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1-2 വീഡിയോ ക്ലിപ്പുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഒരു വീഡിയോ ഞാൻ ഇവിടേക്ക് എടുത്തു. അതിനുശേഷം ഈ ടൈം ലൈനിലേക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആ ഫയൽ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഓപ്ഷൻസിൽ ആദ്യത്തെ ഓപ്ഷനാണ് അൺഡു എന്ന് പറയുന്ന ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ആണ്. നമുക്ക് ഡിലീറ്റ് ചെയ്യാനും അൺഡു ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ ഈ ഫയൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കർസർ എവിടെ കൊണ്ടുപോകുന്നു അവിടെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു സ്പ്ലിറ്റിന്റെ ഓപ്ഷനോട് വരുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ഇതേപോലെ 2 പീസാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇനി അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ആഡ് ഫ്രീസ് ഫ്രെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രീസ് ആയിട്ടുള്ള ഒരു ഫ്രെയിം നമുക്ക് നമ്മളുടെ വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഇതിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. സ്ലോ ചെയ്യണമെങ്കിലും ഫാസ്റ്റ് ചെയ്യണമെങ്കിലും ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും. അതിനടുത്തായിട്ട് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ സൂം ഇൻ സൂം ഔട്ട് ചെയ്ത് നമുക്ക് വീഡിയോ സെറ്റ് ആക്കാൻ പറ്റും. അതിന്റെ തൊട്ടടുത്തായിട്ട് ആഡ് മാർക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും ഭാഗം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് കർസർ കൊണ്ടുവരിക. അതിനുശേഷം ആഡ് മാർക്കറിൽ ക്ലിക്ക് ചെയ്യുക. ഒരു മാർക്കർ ആഡ് ആവും. ഇവിടെ ഒരു ചെറിയ ബ്ലൂ കളറിൽ മാർക്കർ ആഡ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഇവിടെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു വീഡിയോ ഫയലിനെ ഏത് രീതിയിലേക്കും വേണമെങ്കിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും പറ്റുന്നതാണ്. അപ്പം അത് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ആ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട മറ്റ് 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫയലുമായിട്ട് ബന്ധപ്പെട്ട കളർ കറക്ഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം കളർ കറക്ഷനിലേക്ക് തന്നെ പോകാം. ഇവിടെ ലാസ്റ്റ് ഓപ്ഷനാണ് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നമുക്ക് നമ്മളുടെ ആ ഒരു വീഡിയോ ഫയലിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും സാച്ചുറേഷൻ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. കളർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സാധിക്കും. ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സാധിക്കും. അങ്ങനെ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കളർ കറക്ഷൻ ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നല്ല രീതിയിൽ കളർ കറക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആനിമേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇതേപോലെ ആനിമേഷൻസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു ആനിമേഷൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കുക. ഇതേ രീതിയിലുള്ള ആനിമേഷൻ നമുക്ക് വീഡിയോയിൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ പഴയ കല്യാണ കാസറ്റിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ രീതിയിലുള്ള ആനിമേഷൻ ആണ്. പക്ഷെങ്കിൽ എല്ലാം അങ്ങനത്തെയല്ല, ചിലതൊക്കെ അങ്ങനത്തെ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല ആനിമേഷൻസ് ആണ്. ഓക്കെ, ഞാനിവിടെ വേറൊരു ആനിമേഷൻ ഇട്ട് കാണിച്ചു തരാം. നോക്കുക, ഈ ഒരു ആനിമേഷൻ വലിയ കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള ഒരു ആനിമേഷൻ ആണ്. ഇനി അതിനടുത്തായിട്ട് സ്പീഡ് നമുക്ക് ഇവിടെ ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ ഈസിയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും ഈ എഡിറ്റിംഗ് ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും ഇതിൽ വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ആഡിയോ എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതായത് ഫേഡ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കുറഞ്ഞ് പിന്നെ വോളിയം കൂടി വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഒറ്റയടിക്ക് വോളിയം കൂടി വരാതെ നമ്മൾ ഫേഡ് ഇൻ എത്രയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾ ഈ ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓഡിയോ ഫയലിന്റെ സൈസ് കൂടുകയും കുറയുകയും. അതായത് അത് തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഫീഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഔട്ടിലും ഇത് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിന്റെ ഒപ്പാസിറ്റി വല്ലതും കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിൽ ഇവിടെ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നോക്കുക, ഇങ്ങനെ ഏത് ലെയറിലാണെങ്കിലും ഇങ്ങനെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെറ്റിംഗ്സ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഏകദേശം എഡിറ്റിംഗിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആയി എന്ന് പറയാം. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും ഫയലുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡിറ്ററിലേക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫയലുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഓരോ ഫയലുകൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് എസ്പെക്ട് റേഷ്യോയിലാണ് ഈ വീഡിയോ വെളിയിലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. യൂട്യൂബിൽ ഹൊറിസോണ്ടൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 16:9, യൂട്യൂബ്
ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് ആണെന്നുണ്ടെങ്കിൽ 9:16 അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ 9:16 ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ഹൊറിസോണ്ടൽ വീഡിയോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് വരുമെന്ന് നോക്കാം. ഈ രീതിയിൽ വരും. പക്ഷേ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഹൊറിസോണ്ടൽ വീഡിയോയെ വെർട്ടിക്കൽ വീഡിയോ ആക്കി മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഈ രീതിയിൽ ഇത് നമുക്ക് വെർട്ടിക്കൽ വീഡിയോ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ പറ്റുമെന്നാണ്. അതിനായിട്ട് ഇവിടെ സൗണ്ട് എന്നുള്ള ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫ്രീ സൗണ്ട്സ് നമുക്ക് ലഭിക്കും. ഇതൊക്കെ നമ്മുടെ വീഡിയോസിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനും അതിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും. വോളിയം നമ്മളിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം മാക്സിമം കുറച്ച് വെക്കാം. അതിലും ഫേഡ് ഇൻ ഫേഡ് ഔട്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എത്രയുമാണോ ഈ സൗണ്ടിന്റെ ആവശ്യമുള്ളത് അത്രയും സെലക്ട് ചെയ്യുക, അതിനുശേഷം കട്ട് ചെയ്ത് കളയുക. പിന്നെ ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, സിമ്പിൾ ആണ്, വലിയ പാടൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് എന്നുള്ള സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടെക്സ്റ്റ് ആനിമേഷൻസ് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരുപാടുണ്ട്. സാധാരണ വീഡിയോ എഡിറ്ററിൽ വളരെ കുറവായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ടെക്സ്റ്റ് ആനിമേഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഹിറ്റ്പോഡ് ഈ ഒരു എഡിറ്ററിൽ ഇഷ്ടം പോലെ ടെക്സ്റ്റ് ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിനുള്ളിലേക്ക് ഇത് ഡൗൺലോഡ് ആവും. അതിനുശേഷം ഇങ്ങനെ നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയിലേക്ക് അത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. എന്ത് ചേഞ്ചസ് ആണോ അതിൽ വരുത്തേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടെക്സ്റ്റ് ആനിമേഷൻ നമ്മൾ കൊടുക്കുന്നതിന്റെ സൈസ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഈ രീതിയിൽ കുറയ്ക്കാനും പറ്റും. നോക്കുക, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഇനി ടെക്സ്റ്റിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള എഫക്റ്റുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എഫക്റ്റുകൾ കൊടുക്കാം. ഇനി അടുത്ത ഓപ്ഷനാണ് ട്രാൻസിഷൻ. ട്രാൻസിഷൻ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ടൈം ലൈനിലേക്ക് ഇതേപോലെ ഒരു ഫയലൂടെ ആഡ് ചെയ്യാം. ഫയൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ സൈസ് ഇതേപോലെ ഒന്ന് വർദ്ധിപ്പിച്ച് വെക്കാം, കൂട്ടി വെക്കാം. ഇനി നമുക്ക് ഈ രണ്ട് ഫയലുകളുടെ ഇടയിലേക്ക് ട്രാൻസിഷൻസ് കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഒരു വീഡിയോ ഫയൽ കഴിയുമ്പോൾ അടുത്ത ഫയലിലേക്ക് പെട്ടെന്ന് ചാടി പോവുകയാണ്. അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഇവിടെ ട്രാൻസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ ഇതേപോലെ ഇതിനിടയ്ക്കോട്ട് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തു കഴിയുമ്പോൾ ഈ ചാട്ടം അങ്ങ് നിൽക്കും. നോക്കുക, ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ കുറേ ട്രാൻസിഷൻസ് ഉണ്ട്. ഏത് വേണമെങ്കിലും ഈ രീതിയിൽ ആഡ് ചെയ്യാം നിങ്ങളുടെ വീഡിയോകളിൽ. നോക്കുക, വളരെ മനോഹരമായിട്ടുള്ള കുറേ ട്രാൻസിഷൻസ് ഉണ്ട്. ഇനി അടുത്ത ഓപ്ഷനാണ് സബ് ടൈറ്റിൽ. ഏതൊരു വീഡിയോ എഡിറ്ററിനും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമായിരിക്കും സബ് ടൈറ്റിൽ. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് സബ് ടൈറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എൻഗേജ്മെന്റ് ഉണ്ടാവും, കൂടുതൽ നേരം ആളുകൾ അത് വാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനായിട്ട് ഇവിടെ ഓട്ടോ സബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സബ് ടൈറ്റിൽ ജനറേറ്റ് ചെയ്ത് തരും. സബ് ടൈറ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ സബ് ടൈറ്റിൽ ഇപ്പോൾ ആഡായി വന്നിട്ടുണ്ട്. മലയാളവും ഇംഗ്ലീഷും ഒക്കെ കലർന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ എയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ അത് നേരെ ഇംഗ്ലീഷിലോട്ട് അങ്ങാക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കുത്തിട്ട് കൊടുക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിലും അങ്ങനെയൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പല പല ടെക്സ്റ്റുകളായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. നോക്കുക, നമുക്ക് വേണ്ട അക്ഷരങ്ങൾ ഇവിടെ മാറ്റി കൊടുക്കുക, വേണ്ട സെന്റൻസുകൾ കൊടുക്കുക, അതിനുശേഷം ഇതിന്റെ ഫോണ്ടിൽ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോകളിൽ നല്ല രീതിയിൽ സബ് ടൈറ്റിലുകളിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ മറ്റു ചില ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പിക്സാബേ അതേപോലെ തന്നെ അൺസ്പ്ലാഷ് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ വീഡിയോകളിലേക്ക് വേണ്ട ഫ്രീ ഇമേജസും വീഡിയോസും ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള ഫയൽ ഈസി ആയിട്ട് തന്നെ എഡിറ്ററിൽ നിന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇട്ടുകൊണ്ട് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഫയലുകളാണ്. ഇതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. സാറിന് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഗൂഗിളിൽ പോയി തപ്പിപ്പറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് അൺസ്പ്ലാഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് ആണ്, ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ട്. നമുക്ക് ഏത് രീതിയിലുള്ള ഫോട്ടോ ആണോ വേണ്ടത് അതിവിടെ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ജിഫിൽ വന്നു കഴിഞ്ഞാൽ കുറെ ജിഫ് ഫയലുകളുണ്ട്. വീഡിയോയ്ക്ക് അത്യാവശ്യമാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകളെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ഇതേപോലുള്ള ജിഫ് ഫയലുകളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ തന്നെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിവിടെ എക്സ്പോർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാം. നമ്മൾ സാധാരണ MP4 സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ MP4 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ 4K വരെ നമുക്ക് ഇതിന്റെ എക്സ്പോർട്ട് ക്വാളിറ്റി എടുക്കാൻ സാധിക്കും. 2K 4K Full HD HD അങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എവിടേക്കാണോ ഫയൽ സേവ് ചെയ്യേണ്ടത് അത് സേവ് ടൂവിൽ വന്നിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രോസസ്സിംഗ് നടക്കും. ഫയലിന്റെ സൈസിനനുസരിച്ചായിരിക്കും ഇത് എക്സ്പോർട്ട് ആകുന്ന ടൈം എടുക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഫയലുകൾ എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഓപ്പൺ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം എക്സ്പോർട്ട് ചെയ്ത ആ ഒരു ഫയൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഹൈ ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ സോഫ്റ്റ്വെയറിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് വീഡിയോ ജനറേറ്റർ. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു ചെറിയ പ്രോംപ്റ്റ് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചു, 5 tips for YouTube 2024. ഇനി നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ വൈബ് ഏത് രീതിയിലുള്ള വൈബിലാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്, പ്രൊഫഷണൽ ആണോ, ഫണ്ണി ആണോ, ഇൻഫോർമേറ്റീവ് ആണോ, ക്രിയേറ്റീവ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇവിടെ മലയാളം ഇല്ല, ബാക്കി ഒരു
ഒരുമാതിരിപ്പെട്ട ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. ഹിന്ദി ഉണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രിപ്റ്റ് സെറ്റ് ആവും. സ്ക്രിപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്തിയതിനു ശേഷം നമുക്ക് വീഡിയോ ക്രിയേറ്റ് ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓരോരോ വീഡിയോ ഫയലുകൾ നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അതിന്റെ പ്രിവ്യൂ ഇവിടെ നിന്ന് നമുക്ക് കാണാനും സാധിക്കും. ഇനി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഇവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള ടെംപ്ലേറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ഈ സോഫ്റ്റ്വെയറിലുള്ള മറ്റൊരു ഫീച്ചർ ആയിരുന്നു സ്ക്രീൻ റെക്കോർഡർ. ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ട ഏരിയ ഇതേപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യമുള്ളതിനനുസരിച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ഇതേപോലെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫയൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എഡിറ്റ് ചെയ്ത് നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്ത് സാറിന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ വാട്ടർമാർക്ക് ഇല്ലാതെ ഇതിന്റെ ഫുൾ ഫീച്ചേഴ്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ബൈ നൗവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പാക്കേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ വേർഷൻ ബൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പല രീതിയിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഒക്കെ ഇത് ബൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിലും നല്ലൊരു റൂമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.